ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽത്ത് ക്രിയേഷന് പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ വളരെ പോസിറ്റീവ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ അത്ര പോസിറ്റീവ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാത്തത് എന്ന് പറയാം. എന്നിട്ട് പോലും ഈ സ്റ്റോക്ക് ഒരു വെൽത്ത് ക്രിയേഷന് പറ്റിയ സ്റ്റോക്കാണ് എന്ന് പറയാനുള്ള കാരണം ഈ വീഡിയോയിൽ വിശദീകരിക്കാം. അതിൻ്റെ കൂടെ ഈ സ്റ്റോക്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന ഒരു രീതി കൂടി വിശദീകരിക്കാം. കാരണം ഓരോ സ്റ്റോക്കിലും നമ്മൾ ഓരോ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യൽ മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഓരോ രീതികളുണ്ട്. ഈ സ്റ്റോക്കിൽ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു രീതിയാണ് അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് അനാലിസിസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഇതാണ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ്. ഇതിൻ്റെ പിയേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ടെക്നിക്കലിലേക്ക് പോവാം. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസസ്, HDFC AMC, മുത്തൂറ്റ് ഫിനാൻസ്, ബജാജ് ഹോൾഡിങ്സ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ, ഇത്രയും കമ്പനികളാണ് SBI കാർഡ്സിൻ്റെ പിയേഴ്സ് വരുന്നത്. ഒരെണ്ണം പോലും മോശമില്ല, എല്ലാം പുലി കമ്പനികളാണ്. HDFC AMC നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. ഭാഗ്യവശാൽ നമുക്ക് ആ സ്റ്റോക്ക് 1300 ലെവലിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ് ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോക്കാണ്. ഡിപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് മുത്തൂറ്റ് ഫിനാൻസ്. ഈ കൂടെ മണപ്പുറം ഫിനാൻസ് വരേണ്ടതായിരുന്നു, എന്താണത് വരാത്തത്? എന്തായാലും മണപ്പുറം ഫിനാൻസ് വരാത്തതിന് എന്തെങ്കിലും കാരണം കാണും. നമുക്ക് അത് തപ്പി നമ്മൾ പോകുന്നില്ല, അത് നമുക്ക് പിന്നെ തപ്പാം. അപ്പം നേരെ നമുക്ക് ടെക്നിക്കലിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് വരയും കുറിയെല്ലാം വരച്ചിട്ടുണ്ട്. ഇത് കണ്ട് പേടിക്കുമൊന്നും വേണ്ട. ഓരോ വരകളും എങ്ങനെ റീഡ് ചെയ്യാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന നീല ലൈന് ഇതിൻ്റെ ഏറ്റവും വലിയ റെസിസ്റ്റൻ്റ് ആണ്. ഇനി ഈ ലൈനാണ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന പച്ച ലൈനും സപ്പോർട്ട് ട്രെൻഡ് ലൈനായിട്ട് ആക്ട് ചെയ്യും. ഹൊറിസോണ്ടൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് നീല ലൈനാണ്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ കാണുന്ന പച്ച ലൈനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം നടന്നു. അതായത് 21/7/2020 ഇതിൻ്റെ എവർ ഹൈ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഈ സ്റ്റോക്കിൻ്റെ IPO ലിസ്റ്റ് ചെയ്ത പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ്. ഒരു സ്റ്റോക്ക് IPO ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ താഴേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ലിസ്റ്റിംഗ് പ്രൈസ് ഏതാണോ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ആ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് സ്റ്റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. IPO ലിസ്റ്റിംഗ് പ്രൈസ് ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ സമയത്തായിരുന്നു. അങ്ങനെ കോവിഡ് മഹാമാരി മൂലമാണ് ഈ സ്റ്റോക്ക് താഴേക്ക് പോകുന്നത്. ഈ സ്റ്റോക്ക് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് മൊത്തം താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ കൂടെ SBI കാർഡും കൂടെ താഴേക്ക് പോകുന്നു. പക്ഷേ അനുയോജ്യമായ സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി നല്ല രീതിയിൽ ബുള്ളിഷ് കാണിച്ച് നിൽക്കുന്നു. ഇതിന് താഴെ വരച്ചിരിക്കുന്ന നീല ലൈന് ഡബിൾ ബോട്ടം സപ്പോർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സപ്പോർട്ട് എടുത്തും രണ്ടാമതും ആ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ നമ്മൾ ഈ ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തോ അല്ലെങ്കിൽ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുമോ എന്നൊന്നും നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മുകളിൽ വരച്ചേക്കുന്ന ചെറിയ ചുവന്ന ലൈൻ, ഈ ലൈന് ഒരു ടെമ്പററി റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയപ്പോൾ അതോടുകൂടി ഡബിൾ ബോട്ടം സപ്പോർട്ട് ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. അതായത് ഏകദേശം 540 ലെവലിലാണ് ഇതുപോലുള്ള ബിഹേവിയർ ഈ സ്റ്റോക്ക് കാണിച്ചത്. ആ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്കുകളിൽ ബുള്ളിഷ് സൈൻ കാണിച്ചാണ്. അതുപോലെ ഈ സ്റ്റോക്കിലും ബുള്ളിഷ് സൈൻ കാണിച്ചു. ഈ സ്റ്റോക്കിൽ എങ്ങനെ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ടമെന്റൽ ചെറുതായിട്ടൊന്ന് നോക്കാം. ചെറിയ വീക്ക്നെസ്സുകളുണ്ട്, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എനിവേ ഫണ്ടമെന്റലി വീക്ക് ആണെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ കമ്പനി സജസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയാം. ഏകദേശം 73,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് SBI കാർഡ്സ് പേയ്മെൻറ്റ് സർവീസസ്. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് ഓവർ വാല്യൂ ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 69.53% ആണെങ്കിൽ പോലും അത് ചെറുതായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് മാർച്ച് 2020 69.55 ആയിരുന്നത് ജൂൺ 2020 69.53 ആയിട്ട് ചെറിയ രീതിയിലുള്ളൂ, ചെറിയൊരു ഡിക്ലൈൻ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ മാർച്ച് 2020 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് 7.86 ആയിരുന്നത് ജൂൺ 2020 7.52 ആയിട്ട് കുറച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ കോവിഡിൻ്റെ ഒക്കെ സംഭവം കൊണ്ട് കുറച്ചതാണ്. അവർ ചിലപ്പോൾ അത് തിരിച്ചു വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി കമ്പനിക്ക് സെയിൽസ് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കാം. ആനുവൽ റിസൾട്ടിലേക്ക് പോവുകയാണ്. മാർച്ച് 2013 മുതൽ മാർച്ച് 2019 വരെ തുടർച്ചയായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് നമുക്ക്, അതായത് ഗ്രാജുവലി നല്ല രീതിയിൽ സെയിൽ ഗ്രോ ചെയ്യുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഏകദേശം 1000 കോടി ആയിരുന്നത് മാർച്ച് 2013 1000 കോടി ആയിരുന്നത് മാർച്ച് 2019 7000 കോടിയിലേക്ക് സെയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്.
അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഗ്രാജുവലി ആണ്. കോവിഡിൻ്റെ ഈ പ്രശ്നമൊക്കെ ഏകദേശം ഒതുങ്ങിയ ഒരു സ്ഥാനത്ത് ഇനിയും നമുക്ക് സെയിൽസ് ഗ്രോത്ത് പ്രതീക്ഷിക്കാം. കുറച്ചൊക്കെ ഡിക്ലൈൻ ഉണ്ടാവൂലേ മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ. എന്തായാലും ഊഹക്കണക്കിനൊന്നും സ്ഥാനമില്ല. നമ്മുടെ മുന്നിൽ കാണുന്നത് സെയിൽ ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് 2020 ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. മാർച്ച് 2020 2433 കോടി, ജൂൺ 2020 2152 കോടി, ഏകദേശം 4500 കോടിയുടെ സെയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇനി 2 റിസൾട്ട് കൂടി ബാക്കിയുണ്ട്. ആ റിസൾട്ടുകളിൽ ഇതിൽ കൂടുതൽ സെയിൽസ് ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കണക്ക് കൂട്ടിയാലും ഇനി വരുന്ന 2020 ഇയർലി റിസൾട്ടിൽ സെയിൽസ് ഗ്രോത്ത് കൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ, ഇനി വരുന്ന വർഷങ്ങളിൽ ഉറപ്പായിട്ടും സെയിൽ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. സെയിൽ അല്ലെങ്കിൽ റവന്യൂ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. അത് നമ്മുടെ നെറ്റ് NPA ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് ജൂൺ 2020 റിസൾട്ടിൽ NPA 2.68% ആണ്. അതിന് മുമ്പത്തെ ക്വാർട്ടറിൽ 2.01% ആയിരുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലെങ്കിൽ പോലും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് കൂടിയത് എന്നുള്ളതും ക്രെഡിറ്റ് കാർഡ് ഡിവിഷനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും ഇത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ മുന്നോട്ടുള്ള മാസങ്ങളിൽ വീണ്ടും കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എനിവേ, നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. അടുത്തൊരു പ്രധാന പ്രശ്നം അൺസെക്യൂർഡ് ലോണ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ അൺസെക്യൂർഡ് ലോൺ വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പക്ഷേ സെയിൽ കൂടുന്നത് നമ്മൾ കണക്ക് കൂട്ടണം. സെയിൽ കൂടുന്നതിൻ്റെ കൂടെ എക്സ്പെൻസ് കൂടും. അതുപോലെ സെക്യൂർഡ് ലോൺ കൂടിയിട്ടുണ്ട്, അൺസെക്യൂർഡ് ലോൺ കൂടിയിട്ടുണ്ട്. 2 ലോണുകളും കൂടിയിട്ട് ടോട്ടൽ ഡെപ്റ്റ് 14,220 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് 17,802 കോടിയായിട്ട് മാറിയിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. കാരണം 73,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. പിന്നെ കമ്പനി ചെയ്യുന്നതും ഇതുപോലെ തന്നെ ലോണ് കൊടുക്കുകയാണ്, ക്രെഡിറ്റ് കൊടുക്കുകയാണല്ലോ കമ്പനി ചെയ്യുന്നത്. അതിനവർക്ക് ഒരുപക്ഷെ ഫണ്ട് ആവശ്യമുണ്ടായിരിക്കാം, പുറത്തുനിന്ന് എടുത്തതായിരിക്കാം. എനിവേ, ഇതൊരു വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സെയിൽ കൂടുകയും അതുപോലെ തന്നെ ലയബിലിറ്റി കൂടുകയും ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ സെയിൽ കുറയുകയും ലയബിലിറ്റി കൂടുകയും ചെയ്താലാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഇതുവരെയുള്ള ഡേറ്റ അനുസരിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ കമ്പനിയുടെ ഒരു നെഗറ്റീവ് എന്നൊക്കെ പറയാനായിട്ട്. വളരെ വലിയ കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന കമ്പനി തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ പാർട്ട് കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ടെക്നിക്കൽ വശങ്ങളും പറഞ്ഞു, ഫണ്ടമെൻ്റലിൽ നെഗറ്റീവായിട്ട് കണ്ട വശങ്ങളും പറഞ്ഞു. ബാക്കി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് കമ്പനി. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയതാണ്. കാരണം ശകലമൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഈ കമ്പനി ടെക്നിക്കലി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ലോങ് ടൈമിലേക്ക് ഏകദേശം ഒരു ടാർജറ്റ് കണക്ക് കൂട്ടുന്നത് 3,000 രൂപ ആ റേഞ്ചിലാണ്. ഇപ്പോഴത്തെ സെയിൽസ് ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് ലോങ് ടൈമിലേക്ക് ഈ ഷെയർ പ്രൈസ് മാറാൻ സാധ്യതയുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 3,000 രൂപയോളമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരുപക്ഷെ ഒരു 3 വർഷത്തെ ടൈം പീരീഡിൽ ഈ ഒരു റേറ്റിലേക്ക് ഈ ഷെയർ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രമാണ്, മുന്നോട്ടുള്ള പെർഫോമൻസ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മെത്തേഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് ഒരു ലംസം എമൗണ്ട് ഈ പ്രൈസിന് ഇടുവല്ല ചെയ്യേണ്ടത്. കാരണം ചെറിയൊരു കറക്ഷൻ, ട്രെൻഡ് ലൈൻ താഴെയാണ് നിൽക്കുന്നത്, നിങ്ങൾ കണ്ടതാണ്. ആ ഗ്രീൻ ലൈൻ അത് താഴെയാണ് നിൽക്കുന്നത്. എവർ ഹൈ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവർ ഹൈ ബ്രേക്ക് ചെയ്ത ആ പോയിന്റ് ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അതിനത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതും ഒരു സാധ്യത മാത്രമാണ്. ഇതിന് മുമ്പുള്ള ബിഹേവിയർ വെച്ചിട്ടാണ് ഈ സാധ്യത ഊഹിക്കുന്നത്. അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടായിട്ട് SIP രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെ ഈ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനും അവലംബിക്കുക. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഷെയർ പ്രൈസ് ഇടിയുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാപിറ്റലിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുകയും നല്ലൊരു പേഴ്സൻറ്റേജ്, ഒരു 25% ഒക്കെ ആകുമ്പോൾ മൊത്തം ഷെയറുകളും വിറ്റിട്ട് ആ ലാഭം അവിടെ ബുക്ക് ചെയ്യുകയും വീണ്ടും നമ്മൾ ഏത് മെത്തേഡാണോ തുടർന്നുകൊണ്ടിരുന്നത് ആ മെത്തേഡ് ഒന്നിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ മെത്തേഡ് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, കൺമുന്നിൽപ്പെട്ട സ്റ്റോക്കും
അതിൽ എൻ്റേതായ രീതിയിലുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു.